അല്ല, നീ ഒന്നും കഴിച്ചില്ലേ? ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒരു നേട്ടം? ആ ഇബിലീസിന്റെ കുടുക്കിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്. അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ ബാപ്പാക്ക് കഴിയുമോളെ? വേണ്ട ബാപ്പ, ഇനിയൊരു കല്യാണക്കാര്യം ബാപ്പ എന്നോട് പറയരുത്. പറയണ്ടേ? കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാല് നിനക്കൊരു തുണ വേണ്ടേ? എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി വിഷമിക്കാതെ ചോറ് തിന്ന്. നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. തട്ടമിടൂ, നേരെ പിടിച്ചു. വേർക്കുന്നല്ല തട്ടൊക്കെ ഇടുന്നൊരു കാര്യം എന്തു മോളെ? സമയായി മോളെ, പുറപ്പെട്. വരൂ. ആദ്യമായ ഈ വീട് വിട്ടോട് താമസിക്കുന്നത്. എന്റെ ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചി. ഇരിക്കുമോ? കുടിക്കുമോളെ? നിനക്ക് വേണ്ടി എന്തൊക്കെ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും ഞാനതൊരു നഷ്ടമായി കാണില്ല. ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് നീയാണ്. സത്യം? സത്യം.
റംലത്ത് കരയുകയാണ്. എന്താ കാര്യം? നാം തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരിക്കും. ഒരുപക്ഷെ നാം ഒരുമിച്ച് ജീവിക്കണമെന്ന് പടച്ചവന്റെ വിധി ഉണ്ടാകും. ഇങ്ങോട്ട് നോക്ക്. ദയവ് ചെയ്ത് എന്നെ തുടരുത്. തൊടാൻ പാടില്ലാത്ത സമയമായിരിക്കും. അതുകൊണ്ടല്ല, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾ നിന്നെ മൊഴി ചൊല്ലി ഉപേക്ഷിച്ചില്ലേ? പക്ഷെ അത് സാധുവല്ല. ഞാൻ ആ മനുഷ്യനിൽ നിന്നും ഗർഭിണിയാണ്. നീ പറയുന്നത് സത്യമാണോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു സാക്ഷിയായി. എന്നിട്ടെന്തേ ഈ വിവരം നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ അറിയിക്കാൻ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സന്ദർഭം ഉണ്ടായില്ലല്ലോ. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ നിന്റെ ബാപ്പ നിന്നെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത്? അതെ, ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച് ബാപ്പ വീട്ടിൽ മടങ്ങിയെത്തിയ ദിവസം നീ ഈ മാസം കുളിച്ചില്ലേ മോളെ? എന്താ ഒന്നും മിണ്ടാത്തെ? കുളിച്ചില്ലേ? ഇല്ല. ഈ ചതിച്ചോ ഇല്ല? അറിയുമാ അറിയുമാ റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചു. ഉറപ്പിച്ചു? പക്ഷേ അത് നടക്കില്ല. നടക്കില്ലേ? അതെന്താ? റംലത്ത് സുൽഫിക്കറിൽ നിന്നും ഗർഭിണിയാണ്. റംലത്ത് ഗർഭിണിയോ? അതെ. ചെയ്യരുതാത്ത പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് സുൽഫിക്കറിൽ നിന്നും റംലത്തിന്റെ മൊഴി വാങ്ങിയതിന് പടച്ചോൻ നമ്മെ ശിക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും ദജ്ജാൽ അബുവിനെ ശിക്ഷിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. ആ കല്യാണം നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ല. കാരണം ഞാനിപ്പോ സുൽഫിക്കയുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എത്രയും വേഗം നടത്തിയേ മതിയാകൂ. ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരോ? ഞാനിപ്പോഴും സുൽഫിക്കയുടെ ഭാര്യയാണ്. ബാപ്പ പറയുന്ന വിവാഹത്തിന് നിയമം എതിരാണ്. എന്റെ ഒരു നിയമം എനിക്കതൊക്കെ പുല്ലാടി. നിയമത്തിൽ തൊട്ട് കളിക്കുന്നത് അപകടമാണ്. ഗർഭിണിയായ പെണ്ണിനെ മൊഴി ചൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ചൊല്ലിയാൽ തന്നെ നിയമപ്രകാരം ആ ബന്ധം അറ്റുപോവില്ല. സുൽഫിക്കയുടെ കൂടെ അല്ലാതെ മറ്റൊരു പുരുഷന്റെ കൂടെ ഞാനിനി ജീവിക്കില്ല. എന്റെ ഒരു സുൽഫിക്ക സ്വന്തം ഇളയമയെ കയറി പിടിച്ച ആ നീതിനെ കുറിച്ചാണോ നീ ഇത്ര പൂഴ്ത്തി സംസാരിക്കണം? അത് ബാപ്പി എളിമയും കൂടെ ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയല്ലേ? എന്റെ മൊഴി വാങ്ങിയെടുക്കാൻ എടുത്ത തന്ത്രം. അപ്പം നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാലിനി ഞാൻ ദജ്ജാലെ പോയിട്ട് തന്നെ സംസാരിക്കാം. നീ ഗർഭിണിയാണെന്ന് സത്യം നമ്മൾ 3 പേരല്ലാതെ 4-ാമതൊരാൾ അറിയാൻ ഇടവന്നാൽ ഒന്നും നിന്റെ മൊയ്യത്തായിരിക്കും. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ ബാപ്പ എന്നെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നത്. നമ്മുടെ നിക്കാഹിന് മുൻപ് എനിക്ക് വിഷം കഴിച്ചോ ആറ്റിൽ ചാടിയോ മരിക്കാമായിരുന്നു. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോ ഞാൻ ആകെ തളർന്നു പോയി.
നിന്റെ ബാപ്പ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. തന്റെ ഇടവും ആണത്വമുള്ള ഒരുത്തനെന്ന നിലയ്ക്കാണ് ഞാൻ അയാളുമായി സഹവസിച്ചത്. ഈ വിവരം പുറത്ത് 4 പേരറിഞ്ഞാൽ തുറന്നു പറയുന്നത് കൊണ്ട് പരിഭവം തോന്നരുത്. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ബാപ്പയോടൊത്തു തന്നെ ജീവിക്കണം. അങ്ങയെക്കുറിച്ച് കേട്ട നിലയ്ക്ക് അങ്ങൊരു നല്ല മനുഷ്യനായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ അങ്ങയുടെ സഹായം തീർച്ചയായും എനിക്ക് ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നിങ്ങളെ വഞ്ചിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഞാനെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത്. എന്നെ രക്ഷിക്കില്ലേ? എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നോക്കാം. അതെന്റെ ഒരു കടമയായി മാറിയിരിക്കുകയാണ്. സുൽഫിക്കറിനെ കണ്ടുപിടിച്ച് നിന്നെ അയാളുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് എന്റെ അടുത്ത ജോലി. ശരി, നീ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. നാളെ കാണാം.